നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്ന് പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. BJP ഭരണം പിടിച്ച നഗരസഭയിലേക്ക് സാക്ഷാൽ നരേന്ദ്രമോദി എത്തുന്നു. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് ഇല്ല. എന്റെ രാജേഷിനെ ഒഴിവാക്കിയതാണോ അതോ രാജേഷ് പോകാത്തതാണോ? ഇതിന് പിന്നിൽ ഒരു പഴയ ആനമണ്ടത്തരത്തിന്റെ കഥയുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയ ആ പഴയ കോമാളിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ BJP എടുത്ത തന്ത്രപരമായ നീക്കം. നമുക്ക് 2021 പോകാം. അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തലസ്ഥാനത്ത് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? രാഷ്ട്രപതിയുടെ അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ ഇരച്ചു കയറാൻ നോക്കി. വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. കേന്ദ്ര ഏജൻസികൾ വരെ ഞെട്ടിപ്പോയ സുരക്ഷാ വീഴ്ച. അവിടെയും തീർന്നില്ല. പൂജപ്പുരയിലെ ചടങ്ങിൽ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ ഒരുക്കിയ ശുചിമുറിയിൽ വെള്ളമില്ല. ഒടുവിൽ പുറത്തുനിന്ന് വെള്ളം എത്തിക്കേണ്ടി വന്നു. കേരളത്തിന് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കിയ ആ സംഭവങ്ങൾ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. അന്ന് K. സുരേന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ആര്യ വരുത്തിവെച്ച ആ ചീത്തപ്പേര് മാറ്റാനാണ് VV രാജേഷ് ഇപ്പോൾ ശ്രമിച്ചത്. വെറും 2 മണിക്കൂർ മാത്രമാണ് മോദി നഗരത്തിലുള്ളത്. എയർപോർട്ടിൽ പോയി ആര്യ ചെയ്തതുപോലെ ട്രാഫിക്കിൽ പെട്ട് വണ്ടി ഓവർടേക്ക് ചെയ്യാനൊന്നും രാജേഷിന് കിട്ടില്ല. പകരം തന്റെ തട്ടകമായ പുത്തരിക്കണ്ടം മൈതാനത്തും ഉദ്ഘാടന വേദിയിലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ രാജേഷ് നേരത്തെ തന്നെ എത്തി. അതായത് പ്രധാനമന്ത്രിയെ മേയർ സ്വീകരിച്ചില്ല. പകരം മേയറെ കാണാൻ മോദി എത്തുന്ന തരത്തിലേക്ക് ചിത്രം മാറി. ഇതുകൊണ്ടാണ് മോദിയെ സ്വീകരിക്കാൻ രാജേഷ് വിമാനത്താവളത്തിൽ പോകാത്തത്. പകരം രാജേഷിനെ കാണാൻ മോദി എത്തുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പ്രോട്ടോകോളും സുരക്ഷയും പാലിച്ച് എങ്ങനെ ഒരു VVIP സന്ദർശനം നടത്താമെന്ന് ചിലരെ പഠിപ്പിക്കുകയായിരുന്നു BJP മേയർ.